ഉറുമിയാണ്. കളരിയിൽ വളരെ അപകടം പിടിച്ചൊരായതാണ് ഉറുമി. ഉറുമി നീളം കൂടിയതും ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധം. അപ്പൊ ഇത് ഉപയോഗിക്കാൻ, ആൾക്കൂട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു ആയുധം കൂടിയാണ് ഉറുമി. കൂടാതെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് കൊണ്ടുപോകാൻ ഇങ്ങനെ നമ്മളൊരു ആൾക്കൂട്ടത്തിൽ നമ്മളെ രക്ഷപ്പെടുക, അക്രമികൾ കൂട്ടമായിട്ട് വരുന്ന അക്രമികളെ ഇടയിൽ നമുക്ക് ഈ ആയുധം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. അതിനെക്കൂട്ടി ഇത് കഴിഞ്ഞാൽ എല്ലാവരും ഓടിക്കും. അപ്പോൾ അത് എത്ര നല്ലൊരു ആയുധമാണ്. ഇതിനെ കൊണ്ടു നടക്കാനും പറ്റും, എളുപ്പമാണ്, ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് കൊണ്ടുപോകാനും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആയുധമാണ് ഉറുമി. അപ്പോൾ അടുത്തതായി നമ്മൾ വടി കൊണ്ടുള്ള പ്രയോഗങ്ങൾ. വടി എന്ന് പറഞ്ഞാൽ നമ്മൾ കളരിപ്പയറ്റിൽ 4 വകുപ്പായിട്ടാണ് തരത്തിരിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ മെയ്ത്താരി, ആദ്യം മെയ്പ്പായിട്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ കോൽത്താരിയുള്ള വടികളിലുള്ള എല്ലാ പ്രയോഗങ്ങളും കോൽത്താരിപ്പെടുന്നത്. മൂന്നാമത് അങ്കത്താരി, അതിൽ ആയുധങ്ങളെല്ലാം വരും. നാലാമത് വെറുങ്കൈ. വെറുങ്കൈ എന്ന് പറയുമ്പോൾ ആയുധം ഇല്ലാതെ ചെയ്യുന്ന പയറ്റാണ്. അത് ആയുധമായിട്ട് വരുന്ന ഒരാളെ നേരിടുന്നിങ്ങനെ ഇതൊക്കെ പരിശീലിപ്പിക്കാനാണ് നാലാമത്തെ. ഇപ്പൊ രണ്ടാമത്തെ കോൽത്താരിയിലുള്ള പിന്നെ കെട്ടുകാരി പയറ്റതായി. ഇത് ചെയ്യുന്നത് നമ്മുടെ അൽമുബാർക്ക് കളി സംഘത്തിലെ അബ്ജിത്തും സായന്തും. സായന്തിന്റെ ജോഡിയാണ് അബ്ജിത്ത്. അപ്പൊ രണ്ടാൾ ചേർന്ന് ചെയ്യുന്നത്. അത് രണ്ടാളാണ് ജോഡി. അതിൽ അബ്ജിത്തുണ്ട്. ഒരു അൽമുബാർക്കിൽ കുറെ കാലമായിട്ട് ഇപ്പൊ നമ്മുടെ പരിപാടിയിലൊക്കെ വന്നുകൊണ്ട് നമുക്കൊന്ന് കാണാം.
നമ്മള് അങ്കത്തായി അങ്കത്തായി പറയുന്നത് ആയുധപ്പാറ്റ് ഇതില് കടാരപ്പാറ്റ് അൽമുബാർക്ക് കേരള സംഘത്തിലെ പിന്നെ സാഹിബ് അർജുന് രണ്ടാം ചേർന്ന് ഈ മോന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ പറയുക, ഏത് സമയത്ത് അതായത് നമ്മൾ എന്ത് ചെയ്താലും അല്ലെങ്കിൽ പറ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു സമയത്ത് മുഖം നല്ലതാണ്. ഈ ഒരു ചിരി എപ്പോഴും ഉണ്ടാകും, അത് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത്ര ഹാർഡായിട്ടുള്ള മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ അതിലേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് ആൾക്കാരെ വീട്ടിലേക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പം നമ്മൾ ആ വേണ്ടി സാറിനെ ബന്ധപ്പെട്ടു. ഇപ്പൊ സാറിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞാൽ എനിക്കത് അനുവാദം തരാൻ പറ്റില്ല, കാരണം എൻ്റെ ഗുരുവിനോട് ചോദിക്കണം. അതാണ് അനുസരണയുള്ള ശിഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഗുരുവിനോട് ചോദിച്ചിട്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ മാതാപിതാ ഗുരു എന്നാണല്ലോ. അപ്പോൾ മാതാവ് ഗുരുവിനെ കാണിച്ചു കൊടുക്കും എന്നൊക്കെയാണല്ലോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ. അപ്പോൾ നമ്മൾ ഗുരുവിനെ ബന്ധപ്പെട്ടു. അപ്പോൾ അവരോട് നമ്മൾ അനുവാദവും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ സ്പോട്ടിൽ തന്നെ നമ്മളോട് പറഞ്ഞു, ഇതെന്താണ് നിങ്ങൾ വന്നു, ഞാൻ ഞായറാഴ്ച വന്നോളൂ, എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളിവിടെ വന്ന് നമുക്ക് വേണ്ടി ഈ ഒരു സമയം ഇവിടെ അത് ചിലവഴിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എൻ്റെ ആൾക്കാരോട് എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ അതിനൊക്കെ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ മുബാറക്കിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളെ പറ്റി പറയാനുള്ളത് ഇവിടെ വീഡിയോ കാണുന്ന ആൾക്കാരോട്? അതുപോലെ തന്നെ നമ്മളെല്ലാ കുട്ടികളെയും കളരിയിലേക്ക് ഒരു കുട്ടിയെങ്കിലും കളരി പഠിക്കുക. കളരി പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ചെറുപ്പത്തിൽ മുമ്പ് കാലങ്ങളിൽ നമുക്കറിയാം എല്ലാവരും കളരി പഠിച്ചിരുന്നു. ഒരു വീട്ടിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും കളരി പഠിക്കാത്ത വീടുകളില്ലായിരുന്നു എന്നാണ് ചരിത്രം നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ കാലത്ത് പിന്നെ ടി വിയും അതേപോലെ മൊബൈലും എല്ലാമായിട്ട് കളിക്കുന്ന അതിൽ നിന്ന് കുട്ടികളെ നല്ല നിലയിലേക്ക് മറ്റു വഴിയിലേക്ക് ചിന്തിക്കാതെ നല്ല നിലയിലേക്ക് പിടിച്ചു നിർത്താൻ ഇതുപോലുള്ള കളരി, അതുപോലെ അവർക്ക് രോഗം വരാതെ കുറേ കാലം ആരോഗ്യത്തോടെ വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് ഈ കളരി പഠിക്കുന്നതുകൊണ്ട് നല്ലതാണ്. അതുപോലെ നിങ്ങൾ ഈ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ വന്നിട്ട് നിങ്ങളെടുത്ത് പരസ്യം ചെയ്യുന്നില്ലേ, അതും എല്ലാവർക്കും എത്തിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഇതിലേക്ക് ആകർഷണം വരുമല്ലോ, അതുകൊണ്ട് വളരെ സന്തോഷങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് അൽ മുബാറക്കിന്റെ ഗുരുവാണ്. അപ്പോൾ ഗുരുവിനെ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തരാം. അപ്പോൾ ഗുരു തന്നെ നിങ്ങളോട് പറയും. അപ്പോൾ എന്തായാലും ഒന്നുകൂടി. എൻ്റെ പേര് അബ്ബാസ് ഗുരുക്കൾ, ഇത് അമീർ ഗുരുക്കൾ. ഞങ്ങൾ രണ്ടാളും സഹോദരങ്ങളാണ്. ഞങ്ങൾ ചേർന്നാണ് ഈ കളരി 40 വർഷത്തോളമായി ഈ കളരി നടത്തി വരുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികൾ വലിയവരെല്ലാം പഠിച്ച് ഗുരുക്കന്മാരായിട്ടുണ്ട്. അതുപോലെ കുറേ ആളുകൾ ഇപ്പോൾ പഠിക്കാൻ വരുന്നുണ്ട്. 6 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ആൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും എത്ര വയസ്സായിട്ടുണ്ടാവും? എനിക്ക് 64 വയസ്സായി. 58 വയസ്സ്. രണ്ടുപേർക്കും വയസ്സുകൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? 64ഉം 58ഉം. ഈ ഒരു 64-58 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുക. അത്രേ ഒരു പ്രായത്തിലും നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്ന പുറത്തോട്ട് വരെ ഒരുപാട് കുട്ടികളെ കളരി പഠിപ്പിച്ചും കളരി ഷോകൾ നടത്തിയും ഒക്കെ മുന്നോട്ട് പോകുന്നു അൽ മുബാറക്ക് കളരി സംഘം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല വീഡിയോസുകളായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, താങ്ക് യു.